തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാനിവിടെ പ്രചരണത്തിന് വന്ന സമയം മുതൽ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പേരിലുണ്ടായിരുന്ന ഒരു കേസ്, അത് ഊമക്കത്ത് കൊടുത്ത് ഒരു കേസ് എടുത്ത് അത് അന്വേഷിച്ച് 10 വർഷമായിട്ടും അന്വേഷണം പൂർത്തീകരിച്ചില്ല. കാരണം അതിനകത്തൊന്നുമില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്നിട്ട് ഞാൻ ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതി അന്ത്യശാസനം നടത്തി ആ കേസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു. അന്വേഷണ റിപ്പോർട്ടിൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം തെറ്റാണ്, വെറുതെയാണ് എന്ന് പറഞ്ഞിട്ട് അത് ക്ലീൻ ചിറ്റ്, അത് പിണറായി വിജയൻ സർക്കാരിൻ്റെ പോലീസ് അന്വേഷിച്ച് ക്ലീൻ ചിറ്റ് നൽകി. ആ ക്ലീൻ ചിറ്റ് നൽകി ഞാൻ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത് 10 വർഷം എന്നെ വേട്ടയാടിയത്. 10 വർഷം വേട്ടയാടി പ്രിലിമിനറി എൻക്വയറി നടത്തിയപ്പോൾ അതിലൊന്നും കണ്ടെത്തിയില്ല. 2 വർഷം വച്ചിരുന്നിട്ട് കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പ് എഫ്ഐആർ ഇട്ട് എന്നെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി. അത്തരത്തിൽ മുന്നോട്ട് പോയി. 2023 ആയപ്പോൾ ഇത് ഒരിക്കലും തീരില്ല, അത് മനഃപൂർവ്വം നീട്ടിക്കൊണ്ട് പോവുകയാണെന്ന് മനസ്സിലാക്കി ഞാൻ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയുടെ ശക്തമായ നിർദ്ദേശപ്രകാരം ഇവര് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് നൽകി. റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ക്ലീൻ ചിറ്റാണ്. ഈ പറഞ്ഞിട്ടുള്ള ഞാൻ ഹോസ്പിറ്റൽ വാങ്ങി, ഞാൻ ബിനാമി ഏർപ്പാടാണ്, ഒരു സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് ക്ലീൻ ചിറ്റാണ്. അത് വളരെ വ്യക്തതയോടുകൂടി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് റെഫർ ചാർജ് കൊടുത്തു, ഫർദർ ആക്ഷൻ ഡ്രോപ്ഡ് എന്ന് കൊടുത്തു. ആ കേസ് നിലനിൽക്കില്ല. 10 വർഷമായി ആകാശത്തും ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിച്ചു. അപ്പോൾ അത് ക്ലീൻ ചിറ്റ് തന്നിട്ട് ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളിലെല്ലാം വന്നാണ്. അതിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെടുത്ത് കഴിഞ്ഞ കുറേ കാലമായി ഈ അരുവിക്കര മണ്ഡലത്തിലുള്ള വലിയ പ്രചരണം നടത്തുന്നു. അതുപോലെ തന്നെ ഇന്നലെ അർദ്ധരാത്രിയിൽ ഒരു പ്രിന്റിംഗ് പ്രസിന്റെയോ ഒരു പേരും വയ്ക്കാതെ ഒരു വ്യാജമായിട്ടുള്ള പ്രസാധകന്റെ പേര് വയ്ക്കാതെ വ്യാജമായിട്ടുള്ള ഒരു നോട്ടീസ് ഇറക്കി. അത് ഞങ്ങൾ അറിഞ്ഞിട്ട് ഇലക്ഷൻ കമ്മീഷന് ഞാൻ പരാതി കൊടുത്തു. ഇലക്ഷൻ കമ്മീഷൻ പരാതി വന്നപ്പോൾ അതിൽ അർദ്ധരാത്രി 1:30 മണിക്ക് ഒരു മണികണ്ഠൻ എന്ന് പറയുന്ന പൂവച്ചൽ പഞ്ചായത്ത് വീരണകാവിലുള്ള മുൻ പഞ്ചായത്ത് മെമ്പർ, അതുപോലെ തന്നെ ഒരു സയ്യിദ് സബർമതി മുൻ പഞ്ചായത്ത് മെമ്പർ, ഇവരുടെ രണ്ടുപേരുടെയും വീട്ടിൽ നിന്നും ഇലക്ഷൻ കമ്മീഷന്റെ ഒബ്സർവറുടെയും വളരെ ശക്തമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കാട്ടാക്കട പോലീസ് ഇവരുടെ വീട് റെയ്ഡ് ചെയ്ത് കെട്ടുകണക്കിന് ഈ പേരില്ലാത്ത, പ്രസ്സില്ലാത്ത ഈ നോട്ടീസുകൾ പിടിച്ചെടുത്തു. അത് പക്ഷെ പിടിച്ചെടുത്ത് കേസെടുത്ത് അവരെ അറസ്റ്റ് ചെയ്യുമെന്നൊക്കെയാണ് ഞാൻ പറയുന്നത്, മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിയോജക മണ്ഡലത്തിന്റെ എല്ലാ പ്രദേശങ്ങളിലും വ്യാപകമായി റോഡ് സൈഡിൽ കൊണ്ട് ഈ നോട്ടീസ് ഇടുക, യാതൊരു വിധമായ ആരാണിത് അടിച്ചു എന്നുള്ളതിനെ കുറിച്ച് വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ, ഇവിടെയുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് വ്യാജ നോട്ടീസുകൾ ഉണ്ടാക്കി ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ് ഇത്. എന്നെയും എൻ്റെ കുടുംബത്തെയും അപമാനിക്കുന്ന രീതിയിൽ വ്യക്തമായി ഇവിടുത്തെ നേതാക്കന്മാരടക്കമുള്ള ആളുകൾ പ്രസംഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി കാര്യങ്ങളെക്കുറിച്ച് പറയണം. എന്നെക്കുറിച്ച് വ്യാപകമായി 10 വർഷമായി എന്നെ സമൂഹത്തിൽ ഒരു കുറ്റക്കാരനായി ചിത്രീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങൾ ഇവരുടെ പോലീസ് അന്വേഷിച്ചതാണ്. പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസ് 10 വർഷമായി അന്വേഷിച്ച് ഈ തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോകാൻ നിന്നപ്പോഴാണ് ഞാൻ ഹൈക്കോടതിയിൽ ഈ കേസ് കൊടുത്തത്. ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ട് ഹൈക്കോടതി ഒരു വർഷം നീട്ടി. അവസാനം ഹൈക്കോടതി അന്ത്യശാസനം കൊടുത്തു. അപ്പോൾ ആ കാര്യങ്ങൾ ഇപ്പോൾ വ്യാപകമായി പ്രചരിപ്പിക്കുക, അതിനുള്ള കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കും. എന്നെയും എൻ്റെ കുടുംബത്തെയും അപമാനിക്കുകയാണ്. അവർ രാഷ്ട്രീയമായിട്ട് എന്നെ എതിർത്തോട്ടെ, എന്നെ പറഞ്ഞോട്ടെ. അപ്പോൾ അപമാനിക്കുന്ന രീതിയിൽ സമൂഹത്തിൽ ഇത്രയും മനുഷ്യത്വരഹിതമായ പ്രചരണങ്ങളാണ് ഈ ആളുകൾ, ഈ CPM-കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ CPM-ന്റെ പഞ്ചായത്ത് മെമ്പർമാരുടെ വീട്ടിൽ നിന്നാണ് ഇവരെ ഈ രേഖകൾ പിടിച്ചത്. ഇവർക്ക് ഭാര്യയും മക്കളും ഒന്നുമില്ലേ? ഇവർക്ക് കുടുംബമില്ലേ? ഞാൻ ഈ സമൂഹത്തിൽ അന്തസ്സോടുകൂടി സത്യസന്ധമായി ജീവിക്കുന്ന ആളാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ കുടുംബ വസ്തു എഴുതി വിറ്റാണ് ഞാൻ എൻ്റെ 2 മക്കളുടെ കല്യാണം നടത്തിയത്. എന്തൊരു പ്രചരണമാണ്, വ്യാജ പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ അന്തസ്സോടുകൂടി ഈ നാടിന് വേണ്ടി നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ പറയുക, അല്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയം പറയുക. അതുപോലെ തന്നെ അതിനുപരിയായിട്ട് അവർ ചെയ്തിരിക്കുന്നത് മതന്യൂനപക്ഷങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ അഡ്രസ് ഇല്ലാതെ, പ്രത്യേകിച്ച് മുസ്ലിം സഹോദരന്മാർ താമസിക്കുന്ന പ്രദേശത്തിൽ അഡ്രസ് വയ്ക്കാതെ എന്നെക്കുറിച്ച് വ്യാപകമായിട്ടുള്ള അടിസ്ഥാനരഹിതമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇവർക്ക് അങ്ങനെ 19 വർഷക്കാലമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു മുന്നണി പോരാളിയായി നിന്ന് പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ. എന്നെ BJP കാരനാക്കി ചിത്രീകരിക്കുക, അത് മനഃപൂർവ്വം കരുതി കൂട്ടി എങ്ങനെയെങ്കിലും നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ അവർ പരാജയം മുന്നിൽ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇവിടെ എന്നെ ഇത് പറയുമ്പോൾ അപ്പുറത്ത് പിന്നെ സുധീർ സായ വേറൊരു കാര്യം പറയുക. അപ്പോൾ ഇത് തികച്ചും അപലനീയമായിട്ടുള്ള കാര്യമാണ്. തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ട ലംഘനമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഞാൻ പരാതി കൊടുത്തു. രാത്രി ഒബ്സർവർ വിളിച്ച് റൂറൽ SP പരാതി കൊടുത്തു. ആ റൂറൽ SP കാട്ടാക്കട CIക്ക് പരാതി കൊടുത്തു. CI അർദ്ധരാത്രിയിൽ ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ച് അർദ്ധരാത്രിയിൽ ഈ CPM-കാരന്റെ വീടുകളെല്ലാം റെയ്ഡ് ചെയ്ത് ഇതെല്ലാം കെട്ടുകണക്കിന് കണ്ടെടുത്തു. ഇവർക്ക് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അഡ്രസ്സ് വെച്ച് അവരുടെ പേര് വെച്ച് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാൻ അവർക്ക് എന്താ മടി? എന്നിട്ട് ഈ പൂച്ചൽ പഞ്ചായത്തിൽ ഒരു വിനീത് കുമാർ എന്ന് പറയുന്ന ആള് പന്തടിക്കുളം രാവിലെ പ്രവർത്തനം ഓടുന്ന CCTV-യിൽ ഇന്ന് കാണുന്നുണ്ട്. ഒരാളിനെ കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതാണോ രാഷ്ട്രീയ പ്രവർത്തനം? ഇതാണോ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ചെയ്യേണ്ടത്? അപ്പോൾ വ്യക്തിപരമായി അധിക്ഷേപിക്കാനുണ്ടെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥികളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊന്നും ഞങ്ങളുടെ ആളുകളാരും പറയുന്നില്ല. അപ്പൊ ഇവിടെ കോൺഗ്രസ് ജയിക്കുമെന്നുള്ള ഒരു ധാരണ പരന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഏതെല്ലാം തരത്തിൽ അവമാനിക്കാമോ എന്നെയും എൻ്റെ കുടുംബത്തെയും, ഇത് കുറെ കാലമായി തുടങ്ങിയിട്ട്. ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുമ്പോൾ സാധാരണ നമ്മൾ അനൗൺസ്മെന്റ് നടത്താറ്, ഇത് റെക്കോർഡ് ചെയ്ത് വ്യക്തിഹത്യ നടത്തുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഞാൻ സത്യസന്ധമായി ദീർഘകാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ്. അപ്പോൾ എന്നെ അപമാനിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുക. തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും വിജയിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതൊന്നും ഇവിടെ അരുവിക്കര മണ്ഡലത്തിൽ വില പോകില്ല എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസം എനിക്കുണ്ട്.